എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ എക്സസൈസ് 2.4 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 4 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞ് അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് അത് കണ്ടതിന് ശേഷം ഇത് കാണാൻ വേണ്ടി നോക്കുക. അപ്പം അതിൽ നിന്ന് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അതിൽ ഷോബോസ് മദേഴ്സ് പ്രസന്റ് ഏജ് 6 times ഷോബോസ് പ്രസന്റ് ഏജ്. Shobo's age 5 years from now will be 1/3 of his mother's present age. What are their present ages? അപ്പോൾ ഷോബോസ് മദേഴ്സ് പ്രസന്റ് ഏജ് ഷോബോന്റെ പ്രസന്റ് ഏജിന്റെ 6 times എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഷോബോന്റെ പ്രസന്റ് ഏജ് ആരുടെ ഏജിനെ കമ്പയർ ചെയ്തിട്ടാണോ പറയുന്നത് അവര് നമ്മൾ എക്സ് ആയിട്ട് എടുക്കും. അപ്പോൾ ഷോബോസ് പ്രസന്റ് ഏജ് ലെറ്റ് ഷോബോസ് present age be x. അപ്പോൾ ഷോബോന്റെ മദേഴ്സ് പ്രസന്റ് ഏജ് മദേഴ്സ് പ്രസന്റ് ഏജ് ഈക്വൽ ടു എന്ത് വരും 6 times ഷോബോസ് ഏജ്. അപ്പൊ 6x വന്നു. അതായത് ഷോബോന്റെ പ്രസന്റ് ഏജ് എക്സ് ആയിട്ട് എടുത്ത് ഷോബോന്റെ പ്രസന്റ് ഏജിന്റെ 6 times ആണ് ഷോബോസ് മദേഴ്സ് പ്രസന്റ് ഏജ്. അപ്പൊ ഷോബോസ് മദേഴ്സ് പ്രസന്റ് ഏജ് ഈക്വൽ ടു 6 times ഷോബോസ് ഏജ് 6x. ഇനി ഇതിൽ കണ്ടീഷൻ എന്താ പറയുന്നത്? 5 years from now will be 1/3. ഷോബോസ് ഏജ് 5 years from now will be 1/3 of his mother's present age എന്നാണ് പറയുന്നത്. അപ്പോൾ ഷോബോന്റെ ഏജ് 5 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാവും? x+5 ആവും. അതുപോലെ ഷോബോന്റെ മദറിന്റെ ഏജ് എന്ന് പറയുന്നത് 6x+5. 5 വർഷം കഴിയുമ്പോൾ രണ്ടുപേരെ വയസ്സും 5 കൂടും. പിന്നെ ഷോബോസ് ഏജ് 5 years from now will be 1/3 of his mother's present age പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇത് ആവശ്യമില്ല. ഷോബോസ് ഏജ് 5 years from now is 1/3 of his mother's present age. Mother's present age എന്താണ്? 6x. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ ഷോബോന്റെ ഏജ് എന്ന് പറയുന്നത് 1/3 of his mother's present age 6x. ഇനി ഇതിനെ ക്യാൻസൽ ചെയ്യാം. x+5 ഈക്വൽ ടു 2x. ഇനി എക്സിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. x - 2x is equal to -5 minus x is equal to -5, x is equal to 5. x is equal to 5 എന്ന് പറയുന്നത് നമ്മുടെ ഷോബോന്റെ പ്രസന്റ് ഏജ് ആണ്. അപ്പൊ ലാസ്റ്റ് എടുത്ത് വാട്ട് ആർ ദർ പ്രസന്റ് ഏജസ് എന്നാണ് ചോദ്യം. അപ്പോൾ therefore ഷോബോസ് പ്രസന്റ് ഏജ് ഈക്വൽ ടു 5. ഷോബോസ് മദേഴ്സ് പ്രസന്റ് ഏജ് ഈക്വൽ ടു 6 into 5. 6 into 5 30. അപ്പൊ മദറിന്റെ ഏജ് 30യും ഷോബോന്റെ ഏജ് 5ഉം കിട്ടി. ഇതിൽ ഇത്രയുള്ള കണ്ടീഷൻ നോക്കിയിട്ട് ആരുടെ ഏജ് കമ്പയർ ചെയ്തിട്ടാണോ പറയുന്നത് അവരുടെ എക്സ് ആയിട്ട് എടുക്കുക. പിന്നെ അതിൽ എന്തൊക്കെ കണ്ടീഷൻ ആണോ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇവിടെ ഷോബോന്റെ പ്രസന്റ് ഏജ് മദറിന്റെ പ്രസന്റ് ഏജ്, അതായത് ഷോബോന്റെ പ്രസന്റ് ഏജിന്റെ 6 times ആണ് മദറിന്റെ പ്രസന്റ് ഏജ്. അതുകൊണ്ട് നമ്മൾ 6x എടുത്ത് അത് കഴിഞ്ഞിട്ട് 5 years 5 വർഷം കഴിയുമ്പോൾ ഷോബോന്റെ ഏജ് എന്ന് പറയുന്നത് 1/3 of his mother's present age ആണ്. മദറിന്റെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 6x ആണ്. അപ്പൊ 1/3 of 6x. നമ്മൾ അതിനെ ഷോർട്ട് ആക്കി കൊണ്ടുവന്ന് എക്സ് കിട്ടി. എക്സ് എന്ന് പറയുന്നത് ഷോബോന്റെ പ്രസന്റ് ഏജ് ആണ്. മദറിന്റെ ഏജ് എന്ന് പറയുന്നത് 6 into 5 30. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇതില് there is a narrow rectangular plot reserved for school in Mahuli village. The length and breadth of the plot are in the ratio 11:4. ലെങ്ത്തും ബ്രെഡ്ത്തിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് 11:4. At the rate of ₹100 per meter, it will cost the village panchayat ₹75,000 to fence the plot. What are the dimensions of the plot? അപ്പൊ ഇവിടെ ഫെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്കൂളിന്റെ ഫെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ബൗണ്ടറി, അതിന്റെ ബൗണ്ടറി കെട്ടാൻ വേണ്ടിയിട്ട് 75,000 ചെലവാകുന്നുണ്ട്. അതായത് പെർ മീറ്ററിന് 100 റുപ്പി വെച്ചിട്ട് 75,000 ചെലവാകുന്നുണ്ട്. ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ ലെറ്റ് ദ ലെങ്ത് ബി
ലെറ്റ് ദ ലെങ്ത് ബി 11, അതായത് 11:4 ആയതുകൊണ്ട് നമ്മൾ എന്ത് എടുക്കും, 11x എന്ന് എടുക്കും. അതുപോലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4x, 11xഉം 4xഉം ആണ്. അപ്പൊ ഇവിടെ ഫെൻസ് ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മൾ ഇതിന്റെ പെരിമീറ്റർ ഓഫ് ദ പ്ലോട്ട്, പെരിമീറ്റർ ഓഫ് ദ പ്ലോട്ട് ഈക്വൽ ടു, നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട് പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × L+B ആണ്. അപ്പൊ 2 × L+B എന്ന് പറയുന്നത് 2 × ഇവിടെ എന്ത് വരും, 11x, ലെങ്ത് 11x, ബ്രെഡ്ത്ത് 4x, 2 × 11x + 4x. ഇത്രയാണ് പെരിമീറ്റർ ഓഫ് ദ പ്ലോട്ട്. അതായത് ഇതിന് ഷോർട്ട് ആക്കുക, 11x + 4x എന്ന് പറയുന്നത് 15x, 2 × 15x, 2 × 15x എന്ന് പറയുന്നത് നമുക്ക് 30x ആണ്. ഇത്രയും അതിനെ ഫെൻസ് ചെയ്യാൻ വേണ്ടി അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 30x ആണ്. ഇതിന് 100 രൂപ വെച്ചിട്ടാണ് ചെലവാകുന്നത്. പെർ മീറ്ററിന് 100 രൂപ വെച്ച് ചെലവാകുമ്പോൾ കോസ്റ്റ് ഓഫ് ഫെൻസിങ് ഈക്വൽ ടു എന്ത് വരും, ഈക്വൽ ടു 30x. എത്ര മീറ്റർ ആണെന്ന് അറിയില്ല, 30x മീറ്റർ ഉണ്ട്. 30x മീറ്റർ × 100, 1 മീറ്ററിന് 100 രൂപ വെച്ച് ചെലവാകുന്നുണ്ട്. ഇവിടെ 30x മീറ്റർ ഉണ്ട്, ആ x ആണ് നമുക്ക് അറിയേണ്ടത്. 30x മീറ്ററിന് 100 രൂപ. അപ്പൊ 30x × 100 എന്ന് പറയുന്നത് 3000x കിട്ടി. ഇവിടെ പഞ്ചായത്ത് എത്ര, 75,000 രൂപ ചെലവാക്കുന്നുണ്ട്. അപ്പൊ 3000x ഈക്വൽ ടു 75,000. x is equal to 75,000 divided by 3,000. ഇവിടെ 0 0 ക്യാൻസൽ ആയി. 75 2 6 15 25, x 25 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ആണ്. therefore ലെങ്ത് ഈക്വൽ ടു 11 × 25, 11 × 25 കണ്ടുപിടിക്കും. 275 മീറ്റർ. അതുപോലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 × 25, 4 × 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മീറ്റർ. അപ്പൊ 275 മീറ്ററും 100 മീറ്ററുമാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ കണ്ടുപിടിക്കുക. ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും 11:4 എന്ന് തന്നതുകൊണ്ട് ലെങ്ത് 11xഉം ബ്രെഡ്ത്ത് 4xഉം. പിന്നെ ഫെൻസ് എന്ന് പറഞ്ഞാൽ ബൗണ്ടറി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × L+B ആണ്. അതിൽ എല്ലിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, L 11x, B 4x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ ഷോർട്ട് ആക്കി 30x. ഇത്രയും മീറ്റർ ഉണ്ട്. അതിനു വേണ്ടി ചെലവാകുന്ന പൈസ, അതായത് പെർ മീറ്ററിന് 100 rupees ആണ്. അപ്പൊ 30x മീറ്റർ എന്ന് പറയുമ്പോൾ 30x മീറ്റർ × 100, അങ്ങനെ നമുക്ക് 3000x ആണ് വരുന്നത്. അതിനുവേണ്ടി 75 ക്വസ്റ്റ്യനിലുണ്ട് 75 rupees വില്ലേജ് പഞ്ചായത്ത് ചെലവാക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടുപിടിക്കുക. എക്സ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ലെറ്റ് എന്താണെന്ന് എടുത്തിട്ടുള്ളത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് 11 × 25 കിട്ടി. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 × 25, 100 മീറ്റർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ Hassan buys 2 kinds of cloth materials for school uniform. Shirt material that cost him ₹50 per meter and trouser material that cost him ₹90 per meter. For every 2 meter of the trouser material, he buys 3 meters of shirt material. He sells the materials at 12% and 10% profit respectively. His total sale is ₹36,600. How much trouser material did he buy? അപ്പോൾ ഇവിടെ നമ്മൾ 2 മീറ്റർ ട്രൗസർ മെറ്റീരിയൽ വാങ്ങുമ്പോൾ 3 മീറ്റർ ഷർട്ട് മെറ്റീരിയൽ വാങ്ങുന്നുണ്ട്. 3 മീറ്റർ ആണ് ഷർട്ട് മെറ്റീരിയൽ വാങ്ങുന്നത്. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്തെടുക്കണം, ലെറ്റ് ദ ഷർട്ട് മെറ്റീരിയൽ ബി, let the shirt material be 3x.
നമുക്ക് എത്ര മീറ്റർ ആണ് വാങ്ങിയത് എന്ന് അറിയില്ല. അതായത് 2 മീറ്റർ ട്രൗസർ മെറ്റീരിയൽ വാങ്ങുമ്പോൾ 3 മീറ്റർ ഷർട്ട് മെറ്റീരിയൽ വാങ്ങും. അപ്പൊ എത്ര മീറ്റർ വാങ്ങി എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ലെറ്റ് ദ ഷർട്ട് മെറ്റീരിയൽ ബി 3x. അതുപോലെ ട്രൗസർ മെറ്റീരിയൽ വാങ്ങിയത് 2x ആയിട്ട് എടുക്കുന്നത്. ട്രൗസർ മെറ്റീരിയൽ ബി 2x. ഇനി അതിൽ പറയുന്നത് ട്രൗസർ മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർ മീറ്ററിന് 50 shirt material that cost him ₹50 per meter and trouser material that cost him ₹90. ട്രൗസറിന് 90യും ഷർട്ടിന് 50 റുപ്പീസും ആണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കോസ്റ്റ് ഓഫ് ഷർട്ട് മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് ഷർട്ട് മെറ്റീരിയൽ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഷർട്ട് മെറ്റീരിയൽ എന്ത് വരും? നമുക്ക് എത്ര മീറ്ററാ വാങ്ങിയെന്ന് അറിയില്ല. 1 മീറ്ററിന് 50 റുപ്പീസാണ്. അപ്പോൾ നമ്മുടെ ഷർട്ട് മെറ്റീരിയൽ നമ്മൾ 3x ആണ് എടുത്തിട്ടുള്ളത്. 3x ഇൻറ്റു 50, 1 മീറ്ററിന് 50 ആയതുകൊണ്ട് 3x മീറ്ററിന് എന്ന് പറയുന്നത് 3x ഇൻറ്റു 50. അപ്പോൾ 3x ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ 150x1. അതുപോലെ കോസ്റ്റ് ഓഫ് ട്രൗസർ മെറ്റീരിയൽ, ട്രൗസർ മെറ്റീരിയൽ ഈക്വൽ ടു 2x into 90, it is equal to 180x. അപ്പോൾ ട്രൗസർ മെറ്റീരിയൽ 180xും ഷർട്ട് മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 150xും. ഇവിടെ നമുക്ക് ടോട്ടൽ SP ആണ് തന്നിട്ടുള്ളത് 36,600. ടോട്ടൽ SP 36,600 ആയതുകൊണ്ട് ഇതിന്റെ ഷർട്ട് മെറ്റീരിയലിന്റെ SP നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ ട്രൗസർ മെറ്റീരിയലിന്റെ കാണും. അതിനുവേണ്ടി ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പൊ നമുക്ക് കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റും ആണ് അറിയുന്നത്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഷർട്ട് മെറ്റീരിയലിന് 12%. അതുപോലെ ട്രൗസർ മെറ്റീരിയലിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ നമ്മൾക്ക് ഒരു ഫോർമുല ഉണ്ട്. CPയും പ്രോഫിറ്റ് പെർസെൻറ്റേജും അറിയുകയാണെങ്കിൽ SP കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് SB ഈക്വൽ ടു CP ഇൻറ്റു 100 plus profit percent divided by 100. ഇത് ഓർമ്മിച്ച് വെച്ചാൽ മതി. അതായത് CPയും പ്രോഫിറ്റും അറിയുകയാണെങ്കിൽ SP കാണാൻ വേണ്ടി SP ഈക്വൽ ടു CP ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റ് ഡിവൈഡ് ബൈ 100. അപ്പൊ അതിലേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ SP ഫോർ ഷർട്ട് മെറ്റീരിയൽ, ഷർട്ട് മെറ്റീരിയലിന്റെ SP എന്ന് പറയുന്നത് CP എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 150x. 150x ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഷർട്ടിന്റെ 12% ആണ്, അവിടെ തന്നിട്ടുണ്ട് 12/100. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻറ്റു ആയതുകൊണ്ട് ഇതിലൊരു 0 ക്യാൻസൽ ആയി. അപ്പോൾ 15 ഇൻറ്റു 112 ഡിവൈഡ് ബൈ 10 ആണ് വരുന്നത്. x, ഇത്രയും x. 15x ഇൻറ്റു 112 ഡിവൈഡ് ബൈ 10x. അപ്പോൾ 15 ഇൻറ്റു 112 1680 എന്നാണ് വരുന്നത്. അപ്പോൾ 1680x ഡിവൈഡ് ബൈ 10. അപ്പോൾ ഇവിടെ ക്യാൻസൽ ആയി 0. 168x ആണ് നമുക്ക് SP. ഷർട്ട് മെറ്റീരിയലിന്റെ SP എന്ന് പറയുന്നത് 168x. ഇനി നമുക്ക് ട്രൗസർ മെറ്റീരിയലിന്റെ SP. ട്രൗസർ മെറ്റീരിയൽ ഈക്വൽ ടു CP. CP എത്രയാണ്? ട്രൗസർ മെറ്റീരിയലിന്റെ CP എന്ന് പറയുന്നത് 180. 180x ഇൻറ്റു 100 പ്ലസ് അതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 ആണ്. 100 പ്ലസ് 10 ഡിവൈഡ് ബൈ 100. അപ്പോൾ ഈ ഫോർമുല ഓർമ്മിച്ച് നോക്കുക. SB ഈക്വൽ ടു CP ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റ് ഡിവൈഡ് ബൈ 100. അപ്പോൾ CP എന്ന് പറയുന്നത് ട്രൗസർ മെറ്റീരിയലിന്റെ 180x. 180x ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റ് എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്, ഡിവൈഡ് ബൈ 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 180x ഇൻറ്റു 110 ഡിവൈഡ് ബൈ 100. അപ്പോൾ ഇവിടെ 0 ക്യാൻസൽ ആയി.
18 into 11 198. അപ്പോൾ 198x ആണ് കിട്ടുന്നത്. അതായത് ഷർട്ട് മെറ്റീരിയലിന്റെ SP എന്ന് പറയുന്നത് 168x ട്രൗസർ മെറ്റീരിയലിന്റെ SP എന്ന് പറയുന്നത് 198. ഇതിന്റെ രണ്ടിന്റെയും ടോട്ടൽ ആണ് തന്നിട്ടുള്ളത് 36,600. അപ്പൊ ആദ്യം നമ്മൾ ഇതിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ലെറ്റ് ദ ട്രൗസർ 2 മീറ്റർ ട്രൗസർ മെറ്റീരിയൽ വാങ്ങുമ്പോൾ 3 മീറ്റർ ഷർട്ട് മെറ്റീരിയൽ വാങ്ങുന്നത് കൊണ്ട് ലെറ്റ് ദ ട്രൗസർ മെറ്റീരിയൽ ബി 2x. അതുപോലെ ഷർട്ട് മെറ്റീരിയൽ 3x ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ കോസ്റ്റ് പെർ മീറ്ററിന് ഷർട്ട് മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 50യും ട്രൗസർ മെറ്റീരിയലിന് പെർ മീറ്ററിന് 90 റുപ്പിയാണുള്ളത്. അപ്പൊ നമ്മൾ കോസ്റ്റ് ഓഫ് ഷർട്ട് മെറ്റീരിയൽ ആദ്യം കണ്ടുപിടിച്ചു. നമ്മൾ 3x മീറ്റർ ആണ് കാണുന്നത്. 1 മീറ്ററിന് 50 റുപ്പി വെച്ചിട്ട് 3x മീറ്റർ വാങ്ങും. അപ്പൊ കോസ്റ്റ് ഓഫ് ഷർട്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത് 150x കിട്ടി. അതുപോലെ കോസ്റ്റ് ഓഫ് ട്രൗസർ മെറ്റീരിയൽ എന്ന് പറയുന്നത് 1 മീറ്ററിന് 90 റുപ്പീസാണ്. 2x മീറ്റർ വാങ്ങുന്നത് കൊണ്ട് 2x into 90 എന്ന് പറയുന്നത് 180x കിട്ടി. ഇവിടെ നമുക്ക് ടോട്ടൽ SP തന്നതുകൊണ്ട് SP കണ്ടുപിടിക്കണം. SP കാണാൻ വേണ്ടി ഇവിടെ നമുക്ക് അറിയുന്നത് CPയും പ്രോഫിറ്റ് പെർസെൻറ്റേജും ആണ്. അപ്പൊ CPയും പ്രോഫിറ്റ് പെർസെൻറ്റേജും അറിയാണെങ്കിൽ SP നമുക്ക് ഡയറക്റ്റ് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. SP എന്ന് പറയുന്നത് CP into 100 plus പ്രോഫിറ്റ് പെർസെന്റ് ഡിവൈഡ് ബൈ 100. ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഷർട്ട് മെറ്റീരിയലിന്റെ SP കാണുക, അതുപോലെ ട്രൗസർ മെറ്റീരിയലിന്റെ SP കാണുക. ഇപ്പൊ ടോട്ടൽ SP എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 168x ട്രൗസർ ഷർട്ട് മെറ്റീരിയലിന്റെ SP പ്ലസ് 198x ട്രൗസർ മെറ്റീരിയലിന്റെ SP. ഇത് രണ്ടും കൂടിയിട്ടുള്ളതാണ് 36,600. അപ്പൊ 168 പ്ലസ് 198 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 366x is equal to 36,600. X is equal to 36,600 divided by 366. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 100. X 100 ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കാണേണ്ടത് ഇവിടെ ഹൗ മച്ച് ട്രൗസർ മെറ്റീരിയൽ ഡിഡ് ഹി ബൈ. ഷർട്ട് മെറ്റീരിയലിന്റെ കാര്യം ചോദിക്കുന്നില്ല. ട്രൗസർ മെറ്റീരിയൽ എത്ര വാങ്ങി. അപ്പൊ നമ്മുടെ ട്രൗസർ മെറ്റീരിയൽ എന്തായിട്ടാണ് എടുത്തിട്ടുള്ളത് 2x ആണ്. അപ്പോൾ ട്രൗസർ മെറ്റീരിയൽ ഈക്വൽ ടു 2 into 2x അല്ലേ. അപ്പൊ 2 into 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 200 മീറ്റർ കിട്ടും. ട്രൗസർ മെറ്റീരിയലിന് ഷർട്ട് മെറ്റീരിയൽ ചോദിച്ചത് കൊണ്ട് അത് എഴുതണമെന്നില്ല. ട്രൗസർ മെറ്റീരിയൽ 200 മീറ്റർ. അപ്പം ഇന്ന് ഇത്രയും മതി. 3 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.